അൽഫാം ബെന്തില്ലാഹ്. മലയാളം ന്യൂസ് ചാനലുകൾക്ക് F-35 ലൈറ്റനിങ്ങിനോട് എന്താണ് ഇത്ര വിരോധം? ദിവസവും 3 വീതം അടിച്ചിടുന്നുണ്ട്. അത് വളരെ കറക്റ്റ് കാര്യമാണ്. അങ്ങ് ഒപ്പിക്കലാണ്. ഞാൻ ഇന്നൊരു പത്രം വായിച്ചു, പത്രത്തിന്റെ പേര് പറയുന്നില്ല, എന്താണ് പത്രത്തിന്റെ ഹെഡിങ് തന്നെ, മൊസാദ് നടുങ്ങി ഞെട്ടിയെന്നോ എന്തോ മൊസാദിന്റെ, അതാണ് അതിന്റെ ഹെഡിങ്. ഇതൊക്കെ വായിച്ച് ഹരം കൊള്ളുന്ന കുറെ പേരാണ് തങ്ങളുടെ വായനക്കാരെന്ന് കരുതുന്ന ഒരു പത്രം. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. മൊസാദ് ദേശത്തെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കുന്ന ഒരു പത്രം കൂടിയാണ്. മൊസാദ് ഞെട്ടിയെന്ന് അങ്ങനെയാണ് പറയാം. മൊസാദിന്റെ പടം ഇവിടെ സോഷ്യൽ മീഡിയയിലല്ല, മൊസാദിന്റെ ആസ്ഥാനം ബോംബിട്ടു കത്തുകയാണ് മൊസാദ്. മൊസാദ് എന്ന് പറയുന്ന ഒരു ഏജൻസി വന്നു, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ തന്നെ അവരെ മൊസാദ് ഓഫീസ് പ്രൊപ്പറേറ്റർ കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓഫീസ് അവര് ഓഫീസ് ഉണ്ടാവും, മൊസാദ് വർക്ക് ചെയ്യുന്ന ഓഫീസ് ഉണ്ട്. പക്ഷെ മൊസാദ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അവർ വെച്ചുകൊണ്ട് എന്തായാലും വർക്ക് ചെയ്ത്, എങ്കിൽ പിന്നെ എത്ര എളുപ്പമാണത് അല്ലെ? ജ്യൂസ് കട പിന്നാല് അഹമ്മദ് കുട്ടി പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലുള്ള ഒരു ഓഫീസ് മൊസാദിന് ഉണ്ടാകാനുള്ള സാധ്യത, അതിന്റെ ഓഫീസ് എങ്കിലും രഹസ്യമായിരിക്കണ്ടേ? ഓഫീസ് ഉണ്ടാവും. ഇത് മൊസാദിന്റെ സ്പെല്ലിംഗ് തെറ്റ്, അതിന്റെ മുന്നിൽ ഒരു ഇസ്രായേലിന്റെ പതാക, എന്നാണ് ഇത് കണ്ടുപിടിച്ചോളാം, ഇതാടാ മൊസാദ്. ഇനി മൊസാദിന്റെ ഒരു ഓഫീസ് പോയെങ്കിൽ എന്താ പോയെന്നിരിക്കട്ടെ, ജസ്റ്റ് ഫോർ എ ഹൊറർ, മൊസാദിന്റെ ഓഫീസ് ഒരു മിസൈൽ വന്ന് വീണു പോയി, ആ കെട്ടിടമാണ് പോയത്. മൊസാദ് എന്ന് പറയുന്ന ആ കെട്ടിടമാണോ? എനിക്കറിയാൻ ചോദിച്ചു. മൊസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മരിച്ചോ? ഇല്ല, ആരും മരിച്ചില്ല. മൊസാദിന്റെ കെട്ടിടം പോയി, അപ്പുറത്തോട്ട് മാറി എസൻസ് പ്രവർത്തിക്കുന്നത്. എസൻസിന് ഒരു കെട്ടിടം പോലും ഇല്ല, ഒരു റൂം പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ബോംബ് ആക്രമണങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് ഇൻസുലേഷനാണ്. അതേപോലെയുള്ളൂ. മൊസാദ് മിക്കവാറും മൊസാദിന്റെ ആരും അവിടെ കാണത്തില്ല, ഇസ്രായേലിൽ കാണത്തില്ല, അവരെല്ലാം ഇറാനിലുണ്ട്. ഇങ്ങനെ അതേപോലെ വേറൊരു പരസ്യം ഞാൻ കണ്ട്, ഈ ഒരു ചാരനെ പിടിച്ചു. അതായത് പിന്നെ ഇറാനിൽ ഒരു മൊസാദ് ചാരനെ പിടിച്ചു, എന്നിട്ട് അവനെ ഒരു മിസൈൽ, ഒരു എന്താ പറയാ, ഒരു ബാലിസ്റ്റിക് മിസൈലില് കെട്ടിച്ചേർത്തുകൊണ്ട് ഇസ്രായേലിലേക്ക് വിട്ടു. അതൊക്കെ വേണ്ട സത്യമാണെന്ന് പറഞ്ഞാണ് വെക്കുന്നത്. ഇത് എങ്ങനെയാണ് ഒരു ബാലിസ്റ്റിക് മിസൈലില് ഈ ചാരനെ പിടിച്ചിട്ട് തീയും കൊടുത്തിട്ട് ഇസ്രായേലിലേക്ക് വിട്ടെന്ന്? ഭയങ്കര ഒന്നാമതൊരു മിസൈലിന്റെ കൂടെ അതിന്റെ ഭാരം ഒരു 90 അല്ല 80 കിലോ ഒരു മനുഷ്യന് ഭാരം ഉണ്ടാവും. കെട്ടി എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 10-100 കിലോയുടെ സംഗതി ഉണ്ട്. ഒരു 100 കിലോ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അതിന്റെ നിയന്ത്രണം, അതിന്റെ ഏകോപനം, അതിന്റെ ഗതി, അതിന്റെ സ്ട്രൈക്ക്, ഇതെല്ലാം വ്യത്യാസപ്പെടും. ഇതെങ്ങ അടിച്ചോടി എന്തുമാത്രം അറിയാം. ഞാനിത് ഭയങ്കര ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളുടെ കമന്റുകളും അവർ ഇതൊന്നും കാണുന്നില്ല. അവർ ഈ പറഞ്ഞോ ഈ 20ലധികം ടോപ്പ് കമാൻഡേഴ്സ് പോയതോ 15 സയന്റിസ്റ്റുകൾ പോയതോ ഒന്നും അവർക്കൊരു വിഷയമല്ല. അവർ പറയുന്നത് അവിടെ ഒരെണ്ണം ബോംബ് വീണു, ഇസ്രയേല് ആ കിടന്ന് കരയുകയാണ്. നമ്മുടെ ചാനലുകൾ ഉൾപ്പെടെയാണ് അത് അവരൊരു പാരലൽ വേൾഡിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് പോവുകയാണ്. അത് ഞാൻ അതിന് ഒട്ടും എതിരില്ല. ഐ ലൈക്ക് റീഡിങ് സച്ച് കമന്റ്സ് ആൻഡ് ട്രോൾസ്. ട്രോൾ എന്നാണ് പറയുന്നത്, ആക്ച്വലി മതവികാരം ഇങ്ങനെ വികാരിച്ച് വരുന്നതാണ് സാധനം.